അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 30/5/2025 അൽ ഹജ്ജു ലിമൻ ഇസ്തതാഅ എന്ന ശീർഷകത്തിൽ UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുത്ബയുടെ മലയാള സാരാംശം ഇവിടെ പറയുകയാണ്. മുസ്ലിം ലോകം പരിശുദ്ധമായ ഹജ്ജിനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ലക്ഷോപലക്ഷം വിശ്വാസികൾ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക്ക് ലാ ശരീക ലക് എന്ന മന്ത്രവുമായി കടൽ മാർഗവും കരമാർഗവും വ്യോമമാർഗവും റബ്ബിൻ്റെ വീടിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങുന്ന ഈ സന്ദർഭത്തിൽ ആർക്കാണ് ഹജ്ജ് നിർബന്ധമാകുന്നത്? ഹജ്ജ് നിർബന്ധമാകാനുള്ള നിബന്ധനകൾ എന്തൊക്കെയാണ് എന്നാണ് ഖുത്ബയിൽ പരാമർശിക്കുന്നത്. കഅബ ഷരീഫിൻ്റെ നിർമ്മാണം പൂർത്തിയായപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ജനങ്ങളെ വിശുദ്ധ ഗേഹത്തിലേക്ക് ഹജ്ജിന് വേണ്ടി ക്ഷണിക്കാൻ അല്ലാഹു തആല പറയുകയുണ്ടായി. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്. ഹജ്ജിൽ എത്തേണ്ടവർ തടിയാലും വഴിയാലും മുതലാലും അതിന് സൗകര്യപ്പെട്ടവരാണ്. മനിസ്തതാഅ ഇലൈഹി സബീല. സൗകര്യമുള്ളവർക്ക് മാത്രമേ ഹജ്ജ് നിർബന്ധമുള്ളൂ. അവന് ശാരീരികമായി അതിന് കഴിയണം, സാമ്പത്തികമായി അതിന് സൗകര്യം ഉണ്ടാകണം, അവന് ഹജ്ജിന് വേണ്ടുന്ന അതിൻ്റെ അനുമതി പത്രം ലഭിക്കുകയും ചെയ്യണം. അവർക്ക് മാത്രമേ ഹജ്ജ് ചെയ്യേണ്ടതുള്ളൂ. സൗകര്യങ്ങളൊക്കെ ഒരുമിച്ചുകൂടി അനുമതി ലഭിക്കാത്ത ഒരാൾക്ക് അഥവാ ഹജ്ജിന് പോയിട്ടില്ലെങ്കിലും അതിൻ്റെ പ്രതിഫലം ലഭിക്കും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു സംഭവം, യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ട് പോയ സ്വഹാബാക്കളോട്, ഇന്നബിൽ മദീനത്തി അഖ്വാമൻ, നമ്മളോടൊപ്പം യാത്ര ചെയ്യാത്ത മദീനയിലുള്ള ഒരു സംഘം ആളുകളുണ്ട്. മാസിർത്തും മസീറൻ വലാ ഖതഅത്തും വാദിയൻ, നിങ്ങൾ വിട്ടുകടന്ന ഈ വഴിത്താരകളൊന്നും അവർ വിട്ടുകടന്നിട്ടില്ല, ഈ ഇടങ്ങളിലൂടെ അവർ സഞ്ചരിച്ചിട്ടില്ല. ഇല്ലാ കാനു മഅക്കും, നിങ്ങളോടൊപ്പം അവരും ഉണ്ട്. ഹബസഹുമുൽ ഉദർ, അവർ ഇങ്ങോട്ട് വരാതിരുന്നത് അവർക്ക് തക്കതായ കാരണം ഉള്ളതുകൊണ്ടിട്ടാണ്. അവർക്ക് നിങ്ങളുടെ ഇതേ പ്രതിഫലം അല്ലാഹു തആല നൽകുമെന്ന് നബിതങ്ങൾ പറയുകയുണ്ടായി. ഒരാൾ അയാളുടെ ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട്, നിർബന്ധമായ ബാധ്യത വീട്ടിയിട്ടുണ്ട് എങ്കിൽ പിന്നെ അയാൾ ഹജ്ജിനു വേണ്ടി കൂടുതൽ താല്പര്യം കാണിക്കൽ അയാൾക്ക് ബാധ്യതയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് വഹി ലഭിച്ച് പ്രവാചകനായതിനു ശേഷം ഹജ്ജത്തുൽ വിദാഇലെ ഹജ്ജ് മാത്രമേ നിർവഹിച്ചിട്ടുള്ളൂ. അവിടുന്ന് പറഞ്ഞു, അൽ ഹജ്ജു മർറ, ഹജ്ജ് ഒരു പ്രാവശ്യമാണ് നിർവഹിക്കേണ്ടത്. ഫമൻ സാദ ഫഹുവ തതവ്വ, ഇനി കൂടുതൽ ചെയ്യുന്നുവെങ്കിൽ അത് സുന്നത്തായിട്ടാണ് പരിഗണിക്കപ്പെടുക. ഞാൻ ഹജ്ജ് ചെയ്യുന്നു, വരുന്ന വർഷം ഹജ്ജ് ചെയ്യുന്നു എന്ന നിലക്ക് കൂടുതൽ ഹജ്ജിന് വേണ്ടി ശ്രമിക്കുന്നവരോട് മഹാനായ ഹസനുൽ ബസരി റഹിമഹുല്ലാ പറയുന്നുണ്ട്, അമാ ഇന്നക ഖദ് ഹജ്ജത, നീ നിൻ്റെ നിർബന്ധമായ ഹജ്ജ് നിർവഹിച്ചില്ലേ, ഇനി നീ സുൽ റഹിമൻ, കുടുംബബന്ധം ചേർത്തോ, അക്സിൻ ഇലാ ജാരിക്, നിൻ്റെ അയൽക്കാരനിലേക്ക് നീ നന്മ ചെയ്തോ, തസദ്ദഖ് അലാ മഗ്മൂം, പ്രയാസം അനുഭവിക്കുന്നവരുടെ മേൽ നീ സദഖ് ചെയ്തോ എന്ന് മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മുഅ്മിൻ അങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്. അവർ നിർബന്ധമായ ഹജ്ജ് നിർവഹിച്ചാൽ പിന്നീട് അവർക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന എത്രയോ സൽക്കർമ്മങ്ങൾ ചെയ്യാറുണ്ട്. അതിലേക്കും അവർ താല്പര്യം കാണിക്കണം. ഹജ്ജ് ഇതുവരെ ചെയ്യാത്ത ഒരാൾക്ക് സദഖ കൊടുത്താൽ അതിന് വലിയ പ്രതിഫലമാണ്. മഹാനായ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ പറയുന്നുണ്ട്, അസ്സദഖത്തു അഫ്ളലു മിൻ ഹജ്ജി തതവ്വുഅ, സദഖ ചെയ്യൽ സുന്നത്തായ ഹജ്ജ് ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന്. മഹാനവറുകളോട് സുന്നത്തായ ഹജ്ജ് ചെയ്യുന്നതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത്, യലഉഹാ ഫി അക്ബാദിൻ ജാഇയത്തിൻ അഹബ്ബു ഇലയ്യ, അത് വിശക്കുന്ന വയറുകൾക്ക് കൊടുക്കൽ
നീ സുന്നത്തായ ഹജ്ജ് ചെയ്യുന്നതിനേക്കാൾ പ്രതിഫലമുള്ളതാണ് എന്ന് മഹാനവറുകൾ പറയുകയുണ്ടായി. ഇനി ഹജ്ജിനുള്ള സൗകര്യങ്ങളൊക്കെയായി, പക്ഷേ അയാൾക്ക് അവിടുന്ന് ലഭിക്കേണ്ടുന്ന അനുമതി ലഭിച്ചില്ല. ആ കാരണം കൊണ്ട് അവർ പോയിട്ടില്ലെങ്കിലും അവർ ക്ഷമിക്കുന്ന പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകും. ഏറ്റവും അടുത്ത സമയത്ത് ഹജ്ജ് ചെയ്യാൻ അവസരം ലഭിക്കാൻ വേണ്ടി റബ്ബിനോട് അവർ പ്രാർത്ഥിക്കുകയുമാണ് വേണ്ടത്. നമ്മൾ ഹജ്ജല്ലാത്ത മറ്റു ചില സൽക്കർമ്മങ്ങൾ ചെയ്താലും ഹജ്ജ് ചെയ്തതുപോലെയുള്ള പ്രതിഫലമുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഹദീസിൽ കാണാം, മൻ സല്ലൽ ഗദാത്ത ഫി ജമാഅത്തിൻ, ഒരാൾ പ്രഭാത നിസ്കാരം ഫജ്ർ ജമാഅത്തിലായി നിർവഹിച്ചു. സുമ്മ ഖഅദ യദ്കുറുല്ലാഹ ഹത്താ തത്ലു അശ്ശംസ്, പിന്നെ ആ നിസ്കരിച്ച അതേ ഇരിപ്പിൽ ഇരുന്ന് സൂര്യാസ്തമയം വരെ ഇരിക്കുകയാണ്. സുമ്മ സല്ല റക്അത്തൈൻ, ശേഷം 2 റക്അത്ത് നിസ്കരിച്ചു. കാനത്ത് ലഹു കഅജ്രി ഹജ്ജത്തിൻ വ ഉംറത്തിൻ, എന്നാൽ അവനൊരു ഹജ്ജും ഉംറയും നിർവഹിച്ചതിൻ്റെ പ്രതിഫലമുണ്ട്. താമത്തിൻ താമത്തിൻ താമത്തിൻ, 3 പ്രാവശ്യം അവിടുന്ന് ആവർത്തിച്ചു പറഞ്ഞു. പരിപൂർണമായ ഹജ്ജിൻ്റെ പ്രതിഫലം, ഹജ്ജ് നിർവഹിച്ചതിൻ്റെ പ്രതിഫലം, ഹജ്ജ് നിർവഹിച്ചതിൻ്റെ പൂർണ്ണമായ പ്രതിഫലം കിട്ടുമെന്ന് ആവർത്തിച്ച് പറയുകയുണ്ടായി. അത്തരം സൽക്കർമ്മങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിവസങ്ങൾക്ക് ഏറെ ശ്രേഷ്ഠതയും മഹത്വവും ഉണ്ട്. അള്ളാഹു അവൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് മേൽ വാരിച്ചൊരിയുന്ന ദിവസമാണ്. ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞു, അഫ്ളലു അയ്യാമി ദുനിയ അയ്യാമുൽ അഷ്ർ, ഈ ദുനിയാവിലെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങളിലെ ദിവസങ്ങളാണ്. നാം അന്ന് ചെയ്യേണ്ടുന്ന ഇബാദത്തുകൾ ശ്രദ്ധാപൂർവം നിർവഹിക്കണം. ഹാജിമാർ ഹജ്ജിൻ്റെ കർമ്മവുമായിക്കൊണ്ട് വിശുദ്ധ ഭൂമിയിൽ മിനയിലും അറഫയിലും മുസ്ദലിഫയിലുമൊക്കെ കഴിഞ്ഞുകൂടുകയാണ്. നമ്മൾ അപ്പോൾ സുന്നത്ത് നോമ്പെടുത്ത് റബ്ബിനോട് പൊറുക്കലിനെ തേടി സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ച് ഈ സമയം ഉപയോഗപ്പെടുത്തണം. അറഫ ദിവസത്തിലെ നോമ്പിൻ്റെ പ്രതിഫലം നബിതങ്ങൾ പറഞ്ഞത്, സുയാമു യൗമി അറഫത്ത യുക്കഫിറു സനത്തൽ മാലിയത്തവൽ ബാക്കിയത്ത, അറഫ ദിവസത്തിലെ ഒരു നോമ്പ് കഴിഞ്ഞുപോയൊരു വർഷത്തെയും വരാൻ പോകുന്നൊരു വർഷത്തെയും നമ്മുടെ ദോഷങ്ങളെ പൊറുപ്പിക്കുന്നതാണ് എന്ന്. ഹാജിമാർ തൽബിയത്ത് ചൊല്ലി പ്രാർത്ഥനകൾ നടത്തി റബ്ബിലേക്ക് അടുക്കുകയാണ്. ഹജ്ജിന് പോകാത്ത വിശ്വാസികളോ, അവർ വിനയത്തിൻ്റെയും താഴ്മയുടെയും കരങ്ങൾ റബ്ബിലേക്ക് ഉയർത്തണം. റബ്ബിനോട് അവർ പ്രാർത്ഥിക്കണം. ദുആ ചെയ്യാൻ ഏറ്റവും നല്ല ദിവസം ഹദീസിൽ അവിടെ നിന്ന് പറഞ്ഞത്, അഫ്ളലു ദുആ യൗമി അറഫ, ദുആകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അറഫ ദിവസം നടത്തുന്ന പ്രാർത്ഥനയാണ്, ദുആയാണ്. ഹാജിമാർ അവരുടെ ബലിമൃഗങ്ങളെ അറുത്ത് ദാനം ചെയ്യുകയാണ്. ഹജ്ജിന് പോകാത്ത നമ്മളോ ഉളുഹിയത്തിൽ ഭാഗവാക്കാകണം. അത് ഏറെ ശ്രേഷ്ഠതയുള്ളതാണ്. അയ്യാമത്ത് ശരീക്കിൻ്റെ ദിവസങ്ങൾ, ദുൽഹിജ്ജ 11, 12, 13 ദിവസങ്ങൾ, അത് അയ്യാമു അക്കിലിൻ ബഷുറുബിൻ ബദിക്കിനിൻ ലില്ലാഹി അസ്സവജൽ, നമ്മൾ ഭക്ഷിക്കുകയും കുടിക്കുകയും സന്തോഷങ്ങൾ പ്രകടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ ദിക്ർ ദുആകളിലൊക്കെ മുഴുകുകയും ചെയ്യേണ്ടുന്ന ദിവസങ്ങളും സമയങ്ങളും ആണ്. നാം അതൊക്കെ ശ്രദ്ധിക്കുകയും പരിഗണിക്കുകയും ചെയ്യണം. നന്മകൾ ചെയ്യണം. തിന്മകൾ ഹാജിമാരിൽ നിന്നും നമ്മളിൽ നിന്നും ഉണ്ടായിക്കൂടാ. ലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്, ചീത്ത സംസാരങ്ങളില്ല, ചീത്ത പ്രവൃത്തികളില്ല, തർക്കങ്ങളോ ഹജ്ജിലില്ല. വതസവ്വദു ഫഇന്ന ഖൈറ സാദി തഖ്വ, നിങ്ങൾ ഭക്ഷണം ശേഖരിക്കണം. നിങ്ങൾ ശേഖരിക്കുന്ന ഭക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തഖ്വയാണ്, സൂക്ഷ്മതയാണ് എന്നാണ്. നാം പ്രാർത്ഥനാ നിർഭരരാകുക. നമുക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, നമ്മുടെ ഭരണകർത്താക്കൾക്ക് വേണ്ടി, വിശിഷ്യ നമ്മുടെ രാജ്യത്തിനു വേണ്ടി നമുക്ക് വേണ്ടുന്ന എല്ലാ സംരക്ഷണവും നൽകുന്നത് നമ്മുടെ രാജ്യമാണ്. രാജ്യത്തിൻ്റെ നല്ല അംബാസഡറാകാൻ നമുക്ക് കഴിയണം. രാജ്യത്തിൻ്റെ മൂല്യങ്ങളൊക്കെ മുറുകെ പിടിക്കണം. റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യുക. അല്ലാഹുവേ, ഹജ്ജിന് വേണ്ടി നിൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ട എല്ലാ ഹാജിമാർക്കും പ്രയാസരഹിതമായി മഖ്ബൂലും മബ്റൂറുമായ
ഹജ്ജ് ഉംറ സിയാറത്തുകൾ നിർവഹിക്കാൻ നീ അവസരം നൽകണേ. ഞങ്ങൾക്കും നീ ഹജ്ജിനും ഉംറക്കൊക്കെ ജീവിതത്തിൽ പല പ്രാവശ്യം അവസരം നൽകണേ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.